ഹലോ ഗായ്സ്, ഇതിനൊരു വെറൈറ്റി സാധനമായിട്ട് കൊണ്ടുവന്നിരിക്കണം. റോക്കറ്റ് ലോഞ്ചർ മൈൻക്രാഫ്റ്റിൽ നിങ്ങളത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കണം, അതെങ്ങനെ യൂസ് ആക്കണം, ചില സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിന് പവർ കൂട്ടണം എങ്ങനെ, എല്ലാം ഇന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് സെർവറിലാണ്, നമ്മളിപ്പോൾ എൻ്റെ ടെസ്റ്റ് വേൾഡിൽ പോവാം. കം ഗായ്സ് ആൻഡ് വെൽക്കം ടു മൈ ടെസ്റ്റ് വേൾഡ്. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണത്. ഓ, കൈ തട്ടിയത് പൊട്ടി ഗൈസ്, നമുക്ക് ഫിക്സ് ചെയ്തേക്കാം. ഫിക്സ് ആക്കി ഗൈസ്. ഇത് അത് വിടും. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് റോക്കറ്റ് ലോഞ്ചറിൻ്റെ റോക്കറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാം. അത് ആദ്യം റോക്കറ്റ് ഉണ്ടാക്കാൻ ഗൺ പൗഡർ വേണം. ഗൺ പൗഡർ എന്ത് ചെയ്യാമെന്ന് അത് തന്നെ. യെസ്. രണ്ടാമതായിട്ടുള്ള ഫയർ ചാർജ്. ഇതുണ്ടെങ്കിലേ ആ പൊട്ടുന്നതിൻ്റെ എഫക്റ്റ് വരുള്ളൂ. കാണിച്ചു തരാം. ഇത് കണ്ട, ആ വലുതായിട്ട് പൊട്ടിയത് കണ്ട. പക്ഷേ ഫയർ ചാർജ് ഇല്ലാത്ത റോക്കറ്റിൽ ആ വലിയ പൊട്ടുന്ന സാധനം കാണൂല, ഈ ചെറുതേ കാണും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് എനിമിയിൽ കൊണ്ടില്ലെങ്കിലും ഡാമേജ് കിട്ടും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ മഞ്ഞാണ് എടുത്തത്, സ്പാർക്കിൻ്റെ കളറായതുകൊണ്ട്. ഇനി നമുക്ക് റിയൽ റോക്കറ്റ് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ചാർജ് ഉണ്ടാക്കി, ആ ഫയർ വർക്ക് ചാർജ് വെച്ചിട്ട് പേപ്പർ വെച്ചിട്ട് ഗൺ പൗഡർ വെച്ചാൽ ഇത് ബട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ പേപ്പർ വെച്ചിട്ട് ഗൺ പൗഡർ വെച്ചിട്ട് ആ ഫയർ ചാർജ് എടുത്തിട്ട് റോക്കറ്റ് ചാർജ് ഫയർ വർക്ക് ചാർജ് എടുത്തിട്ട് ഇങ്ങനെ 7 എണ്ണം ഒരു ഗ്രിഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാമേജ് 7 തവണയാവും. ഇതെന്താ നടക്കണേ നിങ്ങളിപ്പോൾ കണ്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 ചാർജ് വയ്ക്കാത്തത് ഒരു തവണയെ പൊട്ടുള്ളൂ. പക്ഷെ നമ്മൾ വെച്ചതിൽ നമ്മൾ 7 തവണ അത് പൊട്ടും. പക്ഷേ ട്രിപ്പിൾ ഡാമേജാണ്. ഒരെണ്ണത്തിനേക്കാളും 3 തവണ ഡാമേജ് കൂടും. ഇനി നമ്മൾ എടുത്ത ഈ ഫയർ ചാർജ് മാത്രം വെച്ചിട്ട് നമുക്കൊരു എനിമീനെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ക്രോസ് ബോ ആണ്. ക്രോസ് ബോ എടുത്തിട്ട് ഈ ഫയർ ചാർജ് നമ്മൾ ഓഫ് ഹാൻഡ് വെച്ചിട്ട് ക്രോസ് ബോ ലോഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റൈലായി. നൈസ്. കണ്ട സ്പാർക്കിൻ്റെ ആ മഞ്ഞ കളർ കണ്ട കിളില്ലേ. ഇനി നമുക്ക് ഒരു പിഗിലും ബ്രൂട്ടിനെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1 ഹിറ്റ് എടുത്ത്, 2 ഹിറ്റ് എടുത്ത്, 3 ഹിറ്റ് ചത്തു. ഇപ്പം ഞാൻ ഈ വേൾഡ് ഈസി മോഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഡാമേജ് കുറവ്. ഇനിയിപ്പോൾ നമ്മളെടുത്ത് അതിൽ ഒരു മെൻഡിങ്, ക്വിക്ക് ചാർജ്, മൾട്ടി ഷോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ട്രിപ്പിൾ ഡാമേജ് ആക്കിയത് ഒരു 9 ഡാമേജ്, 9 തവണ ഡാമേജ് കൂടും. നമ്മളിത് ക്രോസ് ബോയിലൊക്കെ ആഡ് ചെയ്യുക. സ്റ്റാഡിയെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പന നമ്മുടെ കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം പിഗിലും ബ്രൂട്ടിനെ. ഈ നമ്മളിപ്പോൾ 2 ടൈംസ് 3 തവണ ചത്തു പോയിസ്. ബട്ട് ഇത് 3 മൾട്ടി ഷോട്ട് ഇട്ട് കഴിഞ്ഞുള്ള ഇത് ആർമറിൻ്റെ കൂടെ അകത്ത് പോകും ഡാമേജ്. ബ്രീച്ച് എൻചാൻമെൻറ്റ് പോലെയാണ്. അപ്പോൾ നിനക്ക് ഇനി കുറച്ചും കൂടെ അപ്ഗ്രേഡ് വേണമെങ്കിൽ നമുക്ക് സ്പൈ ഗ്ലാസ് വേണം ഗൈസ്. സ്പൈ ഗ്ലാസ് എന്തിനാന്ന് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. എടുത്തോട്ട് ഇത് കിട്ടണല്ലോ. കിട്ടി. പിന്നെ സ്പൈ ഗ്ലാസ് ആദ്യം ക്രോസ് ബോ ലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് സ്പൈ ഗ്ലാസ് എടുത്ത് ക്രോസ് ബോയുടെ അടുത്തുള്ള ഹോട്ട് ബാറിൽ വയ്ക്കുക. സ്പൈ ഗ്ലാസ് എടുക്കുക. വേണ്ട, ആദ്യം നമുക്ക് പിഗിലിൻ ബ്രൂട്ടിനെ സ്പോൺ ആക്കിയിട്ട് വരാം. വെയിറ്റ്. സ്പോണാക്കി നിങ്ങൾ കണ്ടോ ഗൈസ്. സൂം ആക്കുക. പെട്ടെന്ന് സ്ക്രോള് നമ്മൾ ലോഞ്ചറിൻ്റെ ഹോട്ട് ബാറിലോട്ടാക്കുക. പെട്ടെന്ന് ലോഡാക്കുക.
സ്പൈ ഗ്ലാസ്സിലേക്ക് പോവുക, സൂം ആക്കുക, കറക്റ്റ് എയിം ചെയ്യുക, ഹോട്ട് ബാറിൻ്റെ ക്രോസ് ബോയിലോട്ട് മാറ്റുക. ഒരു ഹിറ്റും കൂടെ അടിച്ചാൽ ചാവും. മിസ്സായി ഗൈസ്. നിങ്ങൾ കറക്റ്റ് കാലിൻ്റെ അവിടെ അടിച്ച ഡാമേജ് ഡബിള് ത്രിബിള് ഇത്ര കൂടിപ്പോവും. ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നല്ലൊരു സപ്പോർട്ടാണ് കാണിച്ചത്. അത് ഇതിലും കാണിക്കണം.